ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഇത് ഒരു കട്ടൻ ചായ ആണോ അല്ല എന്തെങ്കിലും സ്പെഷ്യൽ ആണോ സ്പെഷ്യൽ പിന്നെ തരത്തുള്ളൂ. ആദ്യം നമ്മൾ വന്നിരിക്കുമ്പോ തന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണോ? അത് നമ്മുടെ ഒരു ആദിത്യ മര്യാദയല്ലേ? അല്ല ഞാൻ ഈ ഷോയിൽ അങ്ങനെ പല സർപ്രൈസ് സാധനങ്ങളും ഉണ്ടല്ലോ. അതുണ്ട്. അതെ, ഞാൻ ശരിക്കും ചോദിക്കണം, നമ്മൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഫംഗ്ഷൻസിനൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ട്, അധികം സംസാരിച്ചിട്ടില്ല. അപ്പൊ പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ട് എന്റെ പ്രേക്ഷകരോടൊന്ന് പരിചയപ്പെടുത്തണമല്ലോ, ഇത് ആരാ ഏതാന്നൊക്കെ പ്രേക്ഷകർ ഡീറ്റെയിൽ അറിയാം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഉണ്ടല്ലോ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറാണ്, ആക്ടറാണ്. ശരിക്കും ഞാൻ എന്റെ പ്രേക്ഷകരെ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തണം? ആക്ടർ എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. മറ്റേതെല്ലാം ഇതിന്റെ ഓരോ സൈഡ് വശങ്ങളാണ്. കൂടെ വന്ന ആൾക്കാര് പിന്നെ ഈ ഒരു മേഖലയിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വലയെന്ന് പോയാലും കുളത്തിന്ന് പോരെന്ന് പറയല്ലോ. അപ്പൊ ആ ഏരിയയിലൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡബിങ് നേരത്തെ ഉണ്ടായിരുന്നു, വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട്. അപ്പൊ ഡബിങ്ങിലൂടെയാണ് ഇപ്പൊ ഈ അഭിനയ രംഗത്തേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഡബിങ് ഒരു സൈഡിലുണ്ട്, കാസ്റ്റിംഗ് യാദൃശ്ചികമായിട്ട് വന്നു ചേർന്നതാണ്. അഡ്വർടൈസിംഗിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അഡ്വർടൈസിംഗ് ഡയറക്ഷനും അതിന്റെ ഒപ്പം ചെയ്യാൻ തുടങ്ങി. ആക്ടിങ്ങിന് മുമ്പ് കുറെ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞു, ഓൾറെഡി ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞു അല്ലെ? അതെങ്ങനെ ശരിക്കും അത് ആ ഒരു വരവ് എങ്ങനെയായിരുന്നു? അല്ല, വരവെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിമിക്രി ചെയ്യായിരുന്നു കുറച്ച്, പിന്നെ കുറച്ച് ഈ കമ്പയറിങ്. അപ്പൊ അതിലൂടെയാണ് ഡബിങ്ങിലേക്ക് എത്തുന്നത്. ശബ്ദം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഡബിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെ അത് ബോംബെയിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കേരളത്തിലല്ല, ബോംബെയിൽ പോയി. അവിടെയാണോ സ്റ്റേ? ബോംബെയിലായിരുന്നു കുറെ വർഷം. ഓ അത് ശരി. ഓക്കെ, ഒരു 10-12 ഇയേഴ്സ് അവിടെയായിരുന്നു. അപ്പൊ എങ്ങനെ ഹിന്ദിയിൽ ഡബ് ചെയ്യുന്ന? മലയാളം തന്നെ. ഓക്കെ, ഹിന്ദിയും അറിയായിരുന്നു, ഹിന്ദിയിലും ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത്, ബോംബെയിൽ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ വന്ന് ചോദിക്കുക, ഇങ്ങനെ ഡബിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, ശബ്ദം നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറയാൻ അന്ന് ആ മേഖലയെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു കാര്യമായിട്ട്. അതെ, ഡബിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പോയപ്പോഴാണ് ഇത് വെരി ഇൻട്രസ്റ്റിംഗ് മേഖലയാണെന്ന് മനസ്സിലായി. പിന്നെ കുറേ അങ്ങനെ ഡബിങ്ങിലൂടെയാണ് ഈ പരസ്യചിത്രങ്ങൾക്ക് ഡബ് ചെയ്യാൻ പോയപ്പോൾ പരസ്യചിത്രങ്ങൾക്ക് സൂപ്പർവിഷന് വേണ്ടി വിളിച്ചു. ഷൂട്ടിംഗ് സമയത്ത് അവർ ബോംബെയിലൊക്കെ എല്ലാ ലാംഗ്വേജും ഒരു ഹിന്ദി ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവരെ മലയാളം ലിപ്പ് പറയിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് ഡബ് ചെയ്യുമെങ്കിലും ഒരു ലിപ്പ് മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മളെ സൂപ്പർവൈസിങ്ങിന് വിളിക്കും. അപ്പോൾ പയ്യെ അഡ്വർടൈസിങ്ങിലേക്ക് എത്തി. അങ്ങനെ അപ്പോൾ അതിൽ പിന്നെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അഡ്വർടൈസിംഗ് ആയി. ഓരോന്ന് കൂടെ ചേർന്ന് പോകുന്നതല്ലേ? ഏറ്റവും ഇഷ്ടം ആക്ടിങ് തന്നെയാണ്. അപ്പം ഈ ആക്ടിങ് ഉദ്ദേശിച്ച് തന്നെയാണോ ബോംബെ പോയതും? അല്ല, ബോംബെയില് ജോലിയുടെ ഭാഗമായിട്ട് തന്നെ പോയതാണ്. ഒരു പഠിത്തം ഇങ്ങനെ ഒരു പാതി വഴിയിലായി നിന്നപ്പോൾ ഇനി എന്തെന്നുള്ളൊരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ബോംബെയിലേക്ക് സാധാരണ സിനിമക്കാരെല്ലാവരും വണ്ടി കയറുന്ന മദ്രാസിലേക്ക്. അതാ ഞാൻ ഇപ്പൊ ചോദിക്കാൻ പറ്റും. മദ്രാസിലേക്ക് കള്ളവണ്ടി കയറുന്നു, അവിടെ പൈപ്പ് വെള്ളം കുടിച്ച് നടക്കുന്നു എന്നൊക്കെ അങ്ങനത്തെ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാനൊന്ന് വടക്കോട്ട് വെച്ച് പിടിച്ചു. കാരണം ഈ സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ ഹിന്ദിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഈ ദൂരദർശൻ പരിപാടികൾ കൂടുതലായിട്ട് കാണാം, ദൂരദർശനിലെ സീരിയലുകൾ. അപ്പോൾ ആ സമയത്ത് ഈ സർക്കസ്, ഹംരാഹി, നുക്കട്, തമസ്, കുറേ സീരിയലുകളുണ്ട്. രാമായണം, മഹാഭാരതം, ചിത്രഹാർ, സുരഭി, അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം ഈ ദൂരദർശൻ വന്ന സമയത്തുള്ള. അപ്പോൾ അതെല്ലാം കണ്ട് ഹിന്ദിയോട് വല്ലാത്തൊരു ഭ്രമം. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഹിന്ദിക്കാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഹിന്ദി. നമുക്കൊന്ന് ഹിന്ദിയിൽ വർത്താനം പറഞ്ഞാലോ? വർത്താനം പറയാൻ കുഴപ്പമില്ല. അതെ, പക്ഷെ നമ്മുടെ പ്രേക്ഷകർ നമ്മളെ തല്ലി തന്നെ ഉറപ്പായിട്ടും മനസ്സിലാവത്തൂല്ല. അല്ലല്ല, പക്ഷെ ഇപ്പോ മലയാളി പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജും കേട്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ടൈം ബോംബെക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ല, ഇത്രയും വലിയൊരു നഗരം. എന്റെ ഒരു ധാരണ എനിക്കെല്ലാം അറിയാമെന്നായിരുന്നു. അതായത് എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, ഞാൻ അവിടെ ചെന്നല്ല വേറെ ചില ഗൂഢപദ്ധതികളൊക്കെ മനസ്സിലിട്ടിട്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളിവിടെ കേൾക്കുന്ന ഹിന്ദി അല്ല അവിടുത്തെ ഹിന്ദി. കുറച്ചുകൂടി ടഫും പിന്നെ അതിൻ്റെ ഒരു സ്പീഡും നമുക്കത് പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ തിരിച്ച് റിപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു സാവകാശം വേണം. പിന്നെ നമ്മൾ സ്ലോ ആണ്. ഞാൻ പിന്നെ തിരിച്ച് സംസാരിക്കുമ്പോൾ ഈ മഹാഭാരതത്തിലൊക്കെ വരുന്ന അതുപോലത്തെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. കാരണം അതെല്ലാം ഇവിടെ കേട്ട് കൂടുതലായിട്ട് നമ്മൾ പരിചയം. അപ്പൊ അതൊരു ഭയങ്കര ബുക്കിഷ് ലാംഗ്വേജ് പോലെയാണ് വരുന്നത്. അപ്പൊ അവര് ചിരിക്കാൻ തുടങ്ങി, പഠിച്ചു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ
ഹിന്ദി ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പറ്റും, ഹിന്ദി പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് പഠിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടുത്തെ ഈ കെട്ടിടം പണിക്കൊക്കെ വരുന്നവരോടൊക്കെ വീട്ടുടമസ്ഥരെല്ലാവരും ഹിന്ദി ഇപ്പൊ അറിഞ്ഞിട്ടാണോ അങ്ങ് സംസാരിച്ചു കൊടുക്കുന്നു, പിന്നെ പയ്യെ പയ്യെ അതങ്ങ് ഇതാവുന്നു. പക്ഷെ അങ്ങനെ ഹിന്ദി പ്രോപ്പറായിട്ട് ഞാൻ പഠിച്ചു. ഹിന്ദി അവസാനം ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു, ഹിന്ദി ഡബ് ചെയ്തതെല്ലാം ചെയ്തു.